പിണറായി വിജയന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് കേരള ജനത ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയോട് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്. ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. വളരെ ഉജ്ജ്വലമായ വിജയം. ഇനി മുമ്പോട്ട് പോകും. UDF 100 സീറ്റോടെ അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ തന്നെ കുത്തനെഴുതില്ല, ക്യാപ്റ്റൻ ഇല്ലല്ലോ. കേരള ജനതയ്ക്ക് ഒരു മോക്ഷം. നമ്മൾ നയിക്കും. ഇനി ജനങ്ങൾക്ക് വേണ്ടി മറുപടി കൊടുക്കാൻ കോൺഗ്രസ് ഭരിക്കും. ശാസ്താവിന്റെ സ്വർണ്ണമര കെട്ടുമ്പോലുണ്ട്, പിന്നെ ജനങ്ങൾ കോട്ട് ചെയ്യും. അപ്പോൾ അത് ഏറ്റവും വലിയ പരാജയമായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ വളരെ വലിയ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ ഈ പറയുന്ന CPM BJP ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് ഇത്തവണ 5 സീറ്റ് ലീഡ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തവണ UDF തന്നെ ഏറ്റവും മികച്ച വിജയത്തോടെ അധികാരത്തിലെത്തും. ആരുടെ സ്വാധീനമില്ലാതെ ഭരിക്കാനുള്ള സീറ്റ് നില UDFന് ഇപ്പോൾ ഉണ്ടല്ലോ. പറയാനായിട്ടൊന്നുമില്ല. ചരിത്രം, അതായത് ചരിത്രം സൃഷ്ടിക്കുക. എല്ലാ സീറ്റുകളും നമ്മളെ UDF കൊണ്ടുപോകും. ചരിത്ര വിജയമായിരിക്കും ഇത്തവണ. ഉറപ്പാണ്, 100% ഉറപ്പാണ്. പുതിയ യുഗം ആരംഭിക്കുകയാണ്. കാരണം 10 വർഷമായി നമ്മുടെ പിണറായി സർക്കാരിന്റെ ആ ഒരു ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിൽ മീതയിലുള്ള വിജയമാണ് നമ്മുടെ ഈ ഇപ്രാവശ്യത്തെ വിജയം. ചരിത്രം സൃഷ്ടിക്കുക. എല്ലാ സീറ്റും നമ്മൾ തൂത്തുവാരും. ജയ് UDF. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. കൊല്ലത്തുകാരനാണ് ഞാൻ. കൊല്ലം DCC ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പക്ഷേ കൊല്ലത്ത് 2 സീറ്റ് ഉണ്ടായിട്ട് UDF 2 സീറ്റേ ഉള്ളായിരുന്നു. ഇപ്പം അത് 8 സീറ്റിലേക്ക് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരും. ഉറപ്പായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിൽ ഉണ്ടാവും. ഇത് LDF മാത്രമല്ല, UDFും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇത്രയും വലിയ ഒരു ആത്മരോഷം, ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വലിയ ഒരു ആത്മരോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊണ്ടുകൊണ്ട് ജനക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം എന്നൊരു സന്ദേശമാണ് ഈ ഇലക്ഷൻ വരുന്നത്. എന്തായാലും എല്ലാവരും പ്രതീക്ഷാ നിർഭരമായിട്ടാണ് ഇരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രമങ്ങൾ ഒരു 10-12 സ്ഥലങ്ങളിലെങ്കിലും LDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വോട്ട് വളരെ അങ്ങേയറ്റം ഇതിനെ സ്പ്ലിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ UDF 120-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ. കേരളത്തിൻ്റെ ഒരു ചരിത്ര വിജയമാണ്. UDFന് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കിട്ടിയ വിജയത്തിന് ഏകദേശം തത്തുല്യമായ വിജയത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 77-ലെ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ റെക്കോർഡ്. ആ റെക്കോർഡിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയാണ്. കേരളത്തിൽ ആരും അവഗണിക്കപ്പെടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ പോലും മുട്ടിട്ടിടിക്കുകയാണ്. അതിനേക്കാളും ഒരു കൊടുങ്കാറ്റുണ്ടോ? അതാണ്. അയാൾ ചിലപ്പം ജയിച്ചേക്കാം. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിലെ ജനം എത്ര കണ്ട് ആ ഗവൺമെൻറ്റിനെ നികൃഷ്ടമായി കണ്ടു എന്നുള്ളത് നമ്മൾക്ക് പ്രതീക്ഷ തന്നെയാണ്. കാരണം എന്തെന്നറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെൻറ്റും കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ആ ഓളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു പുതുമയല്ല, ഞങ്ങളിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം അത്ര ജനം മടുത്തു. അമ്പലങ്ങൾ പോലും കൊള്ളയടിക്കുന്ന, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല, വിദേശികൾ ഭരിച്ചപ്പോൾ നടന്നിട്ടില്ല, വിശ്വാസികളെ മുഴുവൻ താറടിച്ച ഒരു ഗവൺമെൻറ്. അതുകൊണ്ട് ഇന്ന് വന്നല്ലേ പറ്റൂ. അതൊരു ചരിത്ര നിയോഗമാണ്. UDFന് വോട്ട് ചെയ്ത എല്ലാ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കും 1000 അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുരന്ത ഭരണം, കേരളത്തിലെ ജനങ്ങളെല്ലാം വീർപ്പുമുട്ടിച്ചുകൊണ്ടുള്ള ഭരണത്തിന് ഒരു വലിയ തിരിച്ചടി. 7ാം റൗണ്ടിൽ ധർമ്മടത്ത് വോട്ടെണ്ണുമ്പോഴും കിതച്ച് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കേരളീയ പൊതുരോക്ഷം പിണറായി വിജയന് എതിരാണ്, ഈ സർക്കാരിനെതിരായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു കയറിയിരിക്കുന്നു. ജനഹിതമനുസരിച്ച് ഭരണം മുന്നോട്ട് വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷിച്ചു. അതുപോലെയുള്ള വിജയമാണ്. വളരെ ശക്തമായ രീതിയിലുള്ള ജനവികാരമാണ് കാണാൻ പറ്റുന്നത്. വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു. 100 എന്നുള്ള കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. 100 ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഏകദേശം വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. 10 വർഷത്തിന് ശേഷം ഒരു പുതുയോഗം പറയുന്നു അല്ലേ? ഏതാ 10 വർഷത്തിന് ശേഷം ഒരു പുതുയോഗം? അതെ, പുതുയുഗം എന്നുള്ളതല്ല, ഇത് ശക്തമായ AICCയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ശക്തമായ നേതൃത്വം ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും
എതിർ ശബ്ദം ഉണ്ടായിരുന്നവരെ മാറ്റി നിർത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ തീർക്കുവാനും അവർക്കെല്ലാം പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി തീർക്കുവാൻ AICC നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ സഹായിച്ചു. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും നമ്മളെ ദുരിതപൂർണമാക്കിയ പിണറായി ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താണ് ഇത്. ഇനിയും ഒരു നഷ്ടപ്രതാപങ്ങളുടെ വീണ്ടെടുക്കലിന് ഉള്ള പ്രയാണത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. വളരെ സന്തോഷം.